അൽ അമീൻ എന്ന് മാത്രം സ്നേഹത്തോടെ വിളിച്ചിരുന്നൊരു മനുഷ്യനെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി കൊല്ലാൻ അവർ മുതിരുന്നത് അവരുടെ ഇലാഹുകളെ മാറ്റിപ്പറയുന്നതിനുള്ള ആ ഒരു പക കൊണ്ടും വിദ്വേഷം കൊണ്ടുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് നടത്തിയ യാത്രയും ആ ത്വായിഫിന്റെ മണ്ണിൽ പ്രവാചകൻ അനുഭവിച്ചതൊക്കെ ഒരുപാട് തവണ നമ്മൾ കേട്ടതാണ്. ഞാൻ ചരിത്രം ആവർത്തിക്കുന്നില്ല. പക്ഷേ പ്രവാചകന്റെ കൃത്യമായ നിലപാടുകൾ, ആ നിലപാടുകൾ നമുക്ക് പറഞ്ഞു തരുന്ന 1-2 സംഭവങ്ങളുണ്ട്. ഈ പ്രവാചകന്റെ ദഅവത്ത് ആളുകളുടെ മനസ്സിനെ ഇങ്ങനെ ഇളക്കാൻ തുടങ്ങിയപ്പോൾ, ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടമായി വരാൻ തുടങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻ, ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഇങ്ങനെ മക്കയുടെ കരൽ തുണ്ടങ്ങൾ എന്ന് പറയാം, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ മുസ്ലിങ്ങളാവാൻ തുടങ്ങി. മുസ്ലിങ്ങൾ പഴയ പേടിയും ആ ബേജാറൊക്കെ ഒഴിവാക്കിയിട്ട് പരസ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തുടങ്ങി. ബിലാലിനെ പോലെ ഇന്നലകളിൽ ചാട്ടവാറടി കൊണ്ട് ആളുകൾ സ്വതന്ത്രരായി ശക്തിയുക്തം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തുടങ്ങി. ഈ ഒരു അവസ്ഥക്ക് എത്തിയപ്പോൾ അവസാനം മക്കാ മുശ്രിക്കുകൾ നല്ല വാചാലതയുള്ള, അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ആളുകളെ സംസാരിച്ച് മയക്കി സോപ്പിട്ട് തരപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ, മുശ്രിക്കുകളുടെ ഒരു എൻവോയി ആയിട്ട്, ഒരു പ്രതിനിധിയായിട്ട് അയാളെ പ്രവാചകന്റെ അടുത്തേക്ക് പറഞ്ഞയക്കാൻ. എന്നിട്ട് അയാൾ പറയുന്നത് എന്താണെന്നറിയോ? മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കാം, ഈ വിഷയങ്ങളൊക്കെ നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് ഒരു ഒത്തൊരുമയിൽ നമുക്കെത്താം. ഞങ്ങളിതാ ലാത്തയെയും ഉസ്സയെയും മനാത്തയൊക്കെ ഞങ്ങൾ ഉപേക്ഷിക്കാൻ പോവാൻ. കഅബാലയത്തിനൊരു വിഗ്രഹം ഉണ്ടാവില്ല. നീ പറയുന്നത് പോലെ, നീ പറയുന്നത് പ്രകാരം അള്ളാനെ മാത്രം വിളിച്ച് നമ്മൾ ദുആ ചെയ്യാൻ പോവാൻ. അത്ഭുതം തോന്നുന്നുണ്ടോ? മക്കാ മുശ്രിക്കുകളുടെ പ്രതിനിധി അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്. അക്ഷരാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. കാരണം ഇതിന് പിന്നിൽ വേറെന്തോ വരാൻ പോകുന്നുണ്ട്, വലുത് വേറെന്തോ വരാൻ പോകുന്നുണ്ട്. എന്നിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ഇളിഭനായ ഒരു ചിരിയോടുകൂടി ഇയാൾ വീണ്ടും ആവർത്തിക്കാൻ, 1 കൊല്ലം നമുക്കങ്ങനെ പോവാം. അടുത്ത കൊല്ലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഉത്സവങ്ങളും നമ്മുടെ പരിപാടികളും നമ്മുടെ ബിംബങ്ങളും എല്ലാം നമ്മൾ വീണ്ടും സ്ഥാപിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ പ്രസിഡന്റോ സെക്രട്ടറി ആയിട്ട്, അതിൻ്റെ നേതാവായിട്ട് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ്, അബ്ദുൽ മുത്തലിബിൻ്റെ പേരമകൻ മുഹമ്മദ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. 1 കൊല്ലം മതി. 1 കൊല്ലം നമുക്ക് അങ്ങനെ പോയിട്ട് വീണ്ടും നമുക്ക് തൗഹീദിലേക്ക് തിരിച്ചു വരാം. ഇങ്ങനെ ഒരു ഉപാധി, ഇങ്ങനെ ഒരു സമവായം ഈ പറയുന്ന മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് വെക്കുകയാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടിൻ്റെ ശക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഊട്ടിയുറപ്പിക്കുന്നത്. പ്രവാചകൻ ഒരു മറുപടിയും പറഞ്ഞില്ല. അതിന് പ്രവാചകൻ മുണ്ടിയില്ല, ഒരു മറുപടിയും പറഞ്ഞില്ല. ആരാ മറുപടി പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മറുപടി പറഞ്ഞത്. എന്താ അല്ലാഹു മറുപടി പറഞ്ഞത്? ഇന്ന് നമുക്ക് വായിക്കാം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. അല്ലയോ നിഷേധികളെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുകയില്ല, ഞാൻ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നത് പോലെ ആരാധിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല, നിങ്ങൾ ആരാധിക്കുന്നതിന് മുന്നിൽ തലകുമ്പിട്ട് നിൽക്കാൻ എനിക്കും സാധ്യമല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതം, അതുകൊണ്ട് നിങ്ങളുമായി കൂടിച്ചേരാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചത് അധികാരമാണെങ്കിൽ, സ്വീകാര്യതയാണെങ്കിൽ, രാജത്വമാണെങ്കിൽ പ്രവാചകൻ ഇത് അംഗീകരിച്ചാൽ മതിയായിരുന്നു. ഒരു കൊല്ലം റസൂല് പറഞ്ഞതുപോലെ മക്കക്കാര് നടക്കുമായിരുന്നു. എന്നാൽ അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ പ്രബോധനമല്ലാതെ മറ്റൊരു സംഗതിയും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ താലിബ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും നമുക്കൊക്കെ വളരെ സ്നേഹമുള്ള, നമ്മൾ മഹാനെന്ന് മാത്രം പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്ന മനുഷ്യനാണ് അബൂ താലിബ്. അള്ളാന്റെ റസൂലിനെ ഒരുപാട് കരയിച്ചത് അബൂ താലിബിന്റെ ഹിദായത്ത് കിട്ടാതെയുള്ള മരണമാണ്. അബൂ താലിബിന്റെ അടുത്തേക്ക് അതാ മക്കാ മുശ്രിക്കുകൾ വരികയാണ്. എന്നിട്ട് അബൂ താലിബിനോട് പറയുകയാണ്, അബൂ താലിബേ, നമ്മളിതാ ഒരു പരിഹാരം മുന്നോട്ട് വെക്കുന്നു. മുഹമ്മദിന് വേണ്ടത് മക്കയിലെ രാജാധികാരമാണെങ്കിൽ ഞങ്ങളവനെ രാജാവാക്കാം.
ഇനി അവന് വേണ്ടത് പണമാണെങ്കിൽ ഇട്ടുമൂടാനുള്ള പണം അവന് ഞങ്ങൾ നൽകാം. ഇനി അവന് വേണ്ടത് സ്ത്രീകളെയാണെങ്കിൽ പെണ്ണുങ്ങളെയാണെങ്കിൽ ഈ മക്കയിൽ അവന് ഇഷ്ടമുള്ള മാദക തിടമ്പുകളെ ഞങ്ങൾ അവന് ഭാര്യയാക്കി കൊടുക്കാം. ഈ 3 ഉപാധികളും വെക്കുകയാണ്. പ്രവാചകനത അബൂ താലിബിന്റെ വീട്ടിലേക്ക് വരുമ്പോ എളാപ്പ സ്നേഹത്തോടെ മകനോട് സംസാരിക്കുകയാണ്. മോനെ, നീ ഉദ്യമത്തിൽ നിന്ന് പിന്മാറണം, നീ നിന്റെ പ്രബോധനത്തിൽ നിന്ന് പിന്മാറണം. ഇന്നിന്ന കാര്യങ്ങളെല്ലാം ഈ ഖുറൈശികൾ വന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞതെന്താണ്? എന്റെ വലത് കൈയിലേക്ക് സൂര്യനെ വെച്ചു തന്നാലും ഇടത് കൈയിലേക്ക് ചന്ദ്രനെ വെച്ചു തന്നാലും ഈ പ്രബോധനത്തിന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ തയ്യാറില്ല, ഇതൊഴിവാക്കാൻ ഞാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിലപാടുകളുടെ ചക്രവർത്തിയായിരുന്നു. തന്റെ പൂർവ്വപിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ തന്നെ ആ പേരക്കുട്ടിയും നിലപാടുകളുടെ ചക്രവർത്തിയായിരുന്നു തൗഹീദിന്റെ വിഷയത്തിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ കുട്ടികൾക്ക് താരാട്ട് പാടി കൊടുക്കാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് നാം നമ്മുടെ കുട്ടികളെ പാടി ഉറക്കാറുണ്ട്. എത്ര ലാഘവത്തോടെയാണ്, എത്ര നിസ്സംഗതയോടുകൂടിയാണ്, എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പാടി ഉറക്കുന്നത്. എന്നാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂറ്റാണ്ടുകൾ കടന്ന് സഹസ്രാബ്ദങ്ങൾ കടന്ന് നമ്മുടെ കൈവെള്ളയിലേക്ക് എത്താൻ എത്ര മനുഷ്യർ ജീവൻ നൽകിയിട്ടുണ്ടെന്നറിയുമോ? എത്ര മനുഷ്യർ ജീവിതം നൽകിയിട്ടുണ്ടെന്നറിയുമോ? എത്ര മനുഷ്യർ തന്റെ സമ്പത്ത് മുഴുവൻ നൽകിയിട്ടുണ്ടെന്നറിയുമോ? മക്കയിൽ ജീവിച്ചൊരു വലിയ ധനാഢ്യനുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ, മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചരിത്രം എന്താണ്? ചരിത്രം ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, മിസ്അബിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാത്തൊരു പെണ്ണ് പോലും മക്കയിൽ ഉണ്ടായിരുന്നില്ല. അത്രമാത്രം സുന്ദരനായിരുന്നു മിസ്അബ്, അത്രമാത്രം സുമുഖനായിരുന്നു, സൽസ്വഭാവിയായിരുന്നു മിസ്അബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണമാകട്ടെ ഖുറൈശി തറവാടുകളിൽ ഏറ്റവും പണമുള്ള, ഏറ്റവും സമ്പത്തുള്ള തറവാടായിരുന്നു മിസ്അബിന്റെ തറവാട്. ആ തറവാട്ടിൽ മിസ്അബിന്റെ ഉമ്മക്കും വാപ്പക്കും ഒരേ ഒരു മകനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരിലാളനകൾ കിട്ടിയ, ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടിയ ഒരു മകനായിരുന്നു മിസ്അബ്. അദ്ദേഹത്തിന് വേണ്ടി ഷാമിൽ നിന്നും യമനിൽ നിന്നും വില കൂടിയ വസ്ത്രങ്ങൾ വരുത്തിച്ചു. മക്കയിലെ മറ്റൊരു യുവാക്കൾക്കും അത് പ്രാപ്തമായിരുന്നില്ല. അത് എടുക്കാൻ, അത്തരത്തിലുള്ള വസ്ത്രം ധരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മിസ്അബ് പൂശിയതുപോലെയുള്ള സൗരഭ്യങ്ങൾ, അത്തറുകൾ പൂശാൻ മക്കയിലുള്ള മറ്റൊരു യുവാക്കൾക്കും കഴിയുമായിരുന്നില്ല. മിസ്അബ് ഇങ്ങനെ നടന്നു പോകുമ്പോ അദ്ദേഹം, പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ധരിക്കുന്ന വസ്ത്രങ്ങൾ, അതുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ യുവാക്കൾ മത്സരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഒരു ദൃഷ്ടി കിട്ടുന്നതിന് വേണ്ടി യുവതികൾ മത്സരിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ മിസ്അബ് റളിയല്ലാഹു അൻഹു മക്കയിലെ ട്രെൻഡ് സെറ്റർ ആയിരുന്നു. നമ്മൾ ഇപ്പോൾ യുവാക്കളൊക്കെ ചില സിനിമാ നടന്മാരൊക്കെ എന്തെങ്കിലും ഇട്ടിട്ട് കാണുമ്പോൾ അതുപോലെ ഇടാനും, അവർ മുടി മുറിച്ച് കാണുമ്പോൾ അതുപോലെ മുറിക്കാനും, അവരെന്തെങ്കിലും ഈ കോപ്രായങ്ങൾ കാണിക്കും അതുപോലെ കാണിക്കാനൊക്കെ ബന്ധപ്പെടൂലേ? അതേപോലെ ആ കാലഘട്ടത്തിലെ മക്കയിലെ ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു മിസ്അബ് റളിയല്ലാഹു അൻഹു, ഉമൈറിന്റെ മകൻ മിസ്അബ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, മിസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. ഒരിക്കൽ കാലങ്ങൾ കഴിഞ്ഞു, മിസ്അബിനെ ആദ്യമായി മദീനയിലേക്ക് ദഅവത്തിന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയക്കുന്നത് മിസ്അബിനെയാണ്. ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രങ്ങളിലേക്ക് മിസ്അബ് റളിയല്ലാഹു അൻഹു മാറി മാറി സഞ്ചരിച്ചു. പ്രവാചകൻ മദീനയിലേക്ക് വരുമ്പോഴേക്ക് മദീനയുടെ മണ്ണിനെ ഇസ്ലാമിന് വേണ്ടി ഉഴുതുമറിച്ച് പ്രാപ്തമാക്കിയ മനുഷ്യന്റെ പേരെന്താണ്? മിസ്അബ് റളിയല്ലാഹു അൻഹു. ആ മദീനയിൽ അദ്ദേഹം അങ്ങനെ ജീവിക്കുമ്പോൾ ഒരിക്കൽ റസൂലും കുറച്ച് സഹാബത്തും ഇങ്ങനെ ഇരിക്കാൻ, ഒരു ഫക്കീറായ മനുഷ്യൻ, കീറിപ്പറഞ്ഞൊരു കുപ്പായിട്ടിട്ട് കാണാൻ വലിയ ചേലും കോലൊന്നുമില്ല, സൗന്ദര്യമൊന്നുമില്ല, ഫക്കീറായ ഒരു മനുഷ്യൻ അതിലേ ഇങ്ങനെ കടന്നുപോയപ്പോൾ കണ്ടമിടറിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ചുറ്റിലിരിക്കുന്ന സഹാബികളെ വിളിച്ചിട്ട് മിസ്അബിനെ ചൂണ്ടി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കറിയോ ആ മനുഷ്യനാരാണെന്ന്? ആ മനുഷ്യനാരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇന്നലകളിൽ ഐശ്വര്യത്തിന്റെ മടിത്തട്ടിൽ ജീവിച്ച, വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച് ഐശ്വര്യത്തിന്റെ മടിത്തട്ടിൽ പരിലാളനകളേറ്റ് ജീവിച്ച സമ്പന്നനായ ഒരു മനുഷ്യൻ, സമ്പത്ത് മുഴുവൻ ശിർക്കിൻ്റെതായതുകൊണ്ട് വലിച്ചെറിഞ്ഞ് ഒരു കൈയിൽ ദാരിദ്ര്യവും മറുകൈയിൽ ഇസ്ലാമും പിടിച്ചുകൊണ്ട് മക്കയിലേക്ക് പലായനം ചെയ്ത, ഹിജറ ചെയ്തൊരു മനുഷ്യൻ. എന്നിട്ട് അള്ളാന്റെ റസൂൽ പറയാൻ, എല്ലാം കൊടുത്തിട്ട് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടവും പ്രീതിയും വാങ്ങി മിസ്അബ്. പ്രിയപ്പെട്ടവരെ, ഉഹുദിന്റെ രണഭൂമിയിൽ തീർത്താൽ തീരാത്ത നഷ്ടം മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ച ഉഹുദിന്റെ രണഭൂമി,
70ഓളം സ്വഹാബികളാണ് മരിച്ചു കിടന്നത്. 70ഓളം സ്വഹാബികൾ, ബദറിൽ പങ്കെടുത്തതും പങ്കെടുക്കാത്തതുമായ 70ഓളം സ്വഹാബികൾ. അതൊക്കെ പ്രവാചകന്റെ ചാരത്തിരുന്നിരുന്ന, പ്രവാചകന്റെ ചുറ്റിലുമിരുന്നിരുന്ന അള്ളാന്റെ റസൂലിന്റെ സ്വന്തക്കാരും ബന്ധക്കാരുമായ, അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ അനിതര സാധാരണമായ സ്വാധീനം ചെലുത്തിയ മനുഷ്യരാണ് ഓരോരുത്തരായി ഉഹുദിന്റെ ഭൂമിയിൽ മരിച്ചു കിടക്കുന്നത്. ഓരോരുത്തരും പല രൂപത്തിലാണ്. ഹംസാ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്. ഓരോ മയ്യിത്തും ഇങ്ങനെ നോക്കി നോക്കി അവസാനം ഇവരൊക്കെ മരിച്ചത് എന്തിനാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ആ മരണം, ആ ജീവത്യാഗം കാരണമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന താരാട്ടുപാട്ട് നാം നമ്മുടെ മക്കൾക്ക് പാടിക്കൊടുക്കുന്നത്. പറഞ്ഞു വരുന്നത് നിസ്സാരമായി ചൊല്ലേണ്ട ഒന്നല്ല, അത് നിസ്സംഗമായി അതരവ്യായാമം നടത്തേണ്ട ഒന്നല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രിയപ്പെട്ടവരെ, ആ മയ്യിത്തുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരിച്ച ശുഹദാക്കളുടെ മുഖം കാണുമ്പോൾ ഒരു മയ്യിത്ത് അവിടെ നിൽക്കുന്നുണ്ട്. സ്വഹാബത്ത് റസൂലിനോട് പറയാണ്, നബിയെ, ഈ മയ്യിത്ത് ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. കാരണം ഇദ്ദേഹത്തിന് വസ്ത്രമില്ല, അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ മൂടാൻ സാധിക്കുന്നില്ല, ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടൊന്നുമില്ല. തലമറച്ചാൽ കാല് പുറത്തായിരിക്കും, കാല് മറച്ചാൽ തല പുറത്തായിരിക്കും. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ. അപ്പോൾ എന്താണ് ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മയ്യിത്ത് ആരാണെന്ന് പരിശോധിച്ചു. അത് മറ്റാരുമായിരുന്നില്ല, ഒരു കാലത്ത് മക്കയിലെ ട്രെൻഡ് സെറ്റർ ആയിരുന്ന, ഒരു കാലത്ത് മക്കയിലെ യുവാക്കളെ കോരിത്തരിപ്പിച്ചിരുന്ന, തന്റെ അത്തറുകൾ കൊണ്ടും വസ്ത്രധാരണം കൊണ്ടും യുവാക്കളുടെ മനം കവർന്നിരുന്ന, യുവതികളുടെ മനം കവർന്നിരുന്ന മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, കാലുമറച്ചാൽ തലമറയാത്ത, തലമറച്ചാൽ കാലുമറയാത്ത വസ്ത്രം മാത്രം സ്വന്തമായുള്ള അവസ്ഥയിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്, അന്ത്യശ്വാസം വലിച്ചിരിക്കുകയാണ്. പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു. ആ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ചില പുല്ലുകൾ ഉപയോഗിച്ച് മിസ്സബിന്റെ കാലുകൾ മറക്കുക എന്ന കണ്ടമിടറിയ ശബ്ദത്തോട് സംസാരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നുപോയി. ആ മിസ്സബ് ജീവിതത്തിൽ വേണ്ടാന്ന് വെച്ച തൻ്റെ സമ്പത്തുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, സുഖ സൗകര്യങ്ങളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ വിലയുണ്ട്. നമ്മുടെ കയ്യിൽ കിട്ടിയ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ കരൾ പറിച്ചെടുത്ത് ചവച്ചു തുപ്പിയിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുഴിഞ്ഞെടുത്ത്, ചെവി മുറിച്ചെടുത്ത്, ഹൃദയം പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ആ മനുഷ്യന്റെ ഹൃദയഭാഗങ്ങളുണ്ടല്ലോ, ആ രക്തമുണ്ടല്ലോ, ആ അവയവങ്ങളുണ്ടല്ലോ, അതിന്റെ വിലയുണ്ട് പ്രിയപ്പെട്ടവരെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാം പറയുന്ന ഈ വാക്കുകൾക്ക്, നാം പറയുന്ന ഈ വചനത്തിന് ഹംസാ റളിയല്ലാഹു അൻഹുവിന്റെ ജീവന്റെ വിലയുണ്ട്, മുസ്അബ് ഇബ്നു ഉമൈറിന്റെ ജീവന്റെ വിലയുണ്ട്. തീർന്നില്ല പ്രിയപ്പെട്ടവരെ, മക്കയിൽ ഇസ്ലാം സ്വീകരിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന ധിക്കാരിയായ അഹങ്കാരിയായ യജമാനന്റെ ചാട്ടവാറടി കൊണ്ട് സൂര്യതാപത്തിൽ ശരീരത്തിലെ ജലാംശം മുഴുവനും വറ്റി അതുഷ് എന്ന് പറഞ്ഞ് കരയുമ്പോ, എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം തരണം, കുറച്ച് വെള്ളം തരണം എന്ന് പറഞ്ഞ് കരയുമ്പോ അണ്ണാക്കിലേക്ക് കാർക്കിച്ച് തുപ്പിക്കൊടുത്തപ്പോ ദാഹത്തിന്റെ ആധിക്യം കൊണ്ട് അത് പുറത്തേക്ക് തുപ്പാതിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ വിലയുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ വഹദാനിയത്തിന്റെ വചനത്തിന് പ്രിയപ്പെട്ടവരെ, അഹദ് അഹദ് എന്ന ശബ്ദം ആ അടിമ വംശജനായ ബിലാൽ ഉയർത്തിവിടുമ്പോ പ്രിയപ്പെട്ടവരെ, ആ അഹദ് അഹദ് എന്ന വചനം തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമായി നമ്മുടെ നാവിലൂടെ പ്രതിധ്വനിക്കുന്നത് എന്ന ഓർമ്മയും ബോധവും നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ആരായിരുന്നു ഖബ്ബാബ്? പ്രവാചകന്റെ മരണശേഷം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മരണശേഷം, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചില നിലപാടുകളുണ്ട്. ആരെയും അനാവശ്യമായി ബഹുമാനിക്കുന്ന ആളല്ല ഉമർ ഇബ്നുൽ ഖത്താബ്. പണത്തിന്റെ പേരിലോ ഗോത്രങ്ങളുടെ പേരിലോ തറവാടിത്തത്തിന്റെ പേരിലോ ഉമർ ആരെയും ബഹുമാനിച്ചില്ല. ഉമർ ആരെയെങ്കിലും ബഹുമാനിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അത് തഖ്വയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയാണ്. ഈ ഒരു കാരണം കൊണ്ടല്ലാതെ ഉമറിന്റെ ബഹുമാനം മറ്റൊരാൾക്കും നേടിയെടുക്കാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഇരുന്നിടത്ത് നിന്ന് ഉമർ ആർക്കെങ്കിലും മാറിക്കൊടുത്തിരുന്നുവെങ്കിൽ, ഉമറുൽ ഫാറൂഖ് തന്റെ ഇരിപ്പിടം ഉപേക്ഷിച്ച് ആരെയെങ്കിലും ആദരിച്ച് കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഖബ്ബാബ് എന്ന് പറയുന്ന കറുകറുത്ത അടിമവംശജനായ ഒരു സ്വഹാബിക്ക് വേണ്ടി മാത്രമാണ്. അദ്ദേഹത്തിനും പറയാനുണ്ട് വലിയ ചരിത്രം. അദ്ദേഹത്തിന്റെ കുപ്പായം ഒന്ന് പൊന്തിച്ചു പൊക്കി നോക്കിയാൽ പുറത്ത് മുഴുവൻ പാടുകളാണ്.
ദണ്ടുകൾ ഉപയോഗിച്ച്, ഇരുമ്പിൻ്റെ ദണ്ടുകൾ ചുട്ടുപഴുപ്പിച്ചു കൊണ്ടുവച്ച പാടുകളാണ്. അദ്ദേഹത്തിൻ്റെ യജമാനത്തി ഒരു പെണ്ണായിരുന്നു, കൊല്ലനായിരുന്നു ഖബ്ബാബ്. ആയുധങ്ങൾ ഉണ്ടാക്കുന്ന പണിയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് തൻ്റെ കൊല്ലൻ്റെ ആലയിലേക്ക് വന്ന് ഇരുമ്പുകളൊക്കെ പഴുപ്പിച്ചു വെച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ യജമാനത്തി വരും. എന്നിട്ട് ചോദിക്കും, ഖബ്ബാബേ, എന്തായി നിന്റെ വിശ്വാസവും ഈ മുഹമ്മദിന്റെ മതമൊക്കെ നീ വിട്ടോ? ഖബ്ബാബിന്റെ മറുപടി, അഹദുൻ അഹദ്, അഹദുൻ അഹദ്, ലാ ഇലാഹ. വേറൊരു മറുപടിയിൽ അവർക്ക് പറയാൻ, അഹദുൻ അഹദ്, അവനൊരുവനാണ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്ന് അദ്ദേഹം വീണ്ടും ഉച്ചൈസ്തരം വീണ്ടും പ്രഖ്യാപിക്കും. ആ സമയം പരിചയും വാളും ഉണ്ടാക്കുന്നതിന് വേണ്ടി പഴുപ്പിച്ചു വെച്ച ഇരുമ്പിന്റെ ചൂടുള്ള ദണ്ടുകൾ എടുത്തുകൊണ്ട് ഈ പറയുന്ന ഖബ്ബാബിന്റെ പുറത്തേക്ക് അങ്ങനെ വെക്കും. ആ പാവം മനുഷ്യന്റെ പച്ചമാംസവും ചോരയും ഈ ദണ്ടിൽ പറ്റും. വീണ്ടും ആവർത്തിച്ച് ആ പൊള്ളിയിടത്ത് തന്നെ വീണ്ടും ആക്രമിക്കും, പ്രയാസപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ആ പാടായിരുന്നു ഖബ്ബാബിന്റെ ശരീരം മുഴുവൻ. ആ ഖബ്ബാബ് അനുഭവിച്ചു. ഒന്ന് ആലോചിച്ചു. ഒന്ന്, നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഗ്യാസ് അടുപ്പിൽ കത്തുന്ന ആ ഒരു പാത്രമോ ചൂടിൽ എന്തെങ്കിലും ഒന്ന് തൊട്ടുപോയാൽ എത്രമാത്രം പ്രയാസമുണ്ട് നമുക്ക്. കുറച്ചധികം ഒന്ന് പൊള്ളിപ്പോയാൽ അത് വീണ്ടും പൊന്തി അത് ഒന്ന് ഉണങ്ങി വരുന്നത് വരെ എത്ര വേദന സഹിക്കണം നാം. ഈ മനുഷ്യൻ ഇന്ന് പൊള്ളിയതിൻ്റെ മേലെ നാളെ വീണ്ടും വെക്കുകയാണ്. എന്നിട്ടും അവർ ഈ ആദർശത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാനും നിങ്ങളും ഉച്ചരിക്കുമ്പോൾ, ഞാനും നിങ്ങളും പറയുമ്പോൾ, നമ്മുടെ മക്കൾക്കത് താരാട്ടുപാട്ടായി നാം പാടിക്കൊടുക്കുമ്പോൾ ഒരിക്കലും അതൊരു അധര വ്യായാമമാവരുത്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ആദർശമാകണമത്. നമ്മുടെ മക്കൾക്ക് പാടിക്കൊടുക്കാനുള്ള ഏറ്റവും നല്ല താരാട്ട് തന്നെയാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിലൂടെ നമ്മൾ അവരെ ഉറക്കുക മാത്രമല്ല, മോനെ, ജീവിതത്തിൽ നാളെ വരാനിരിക്കുന്ന പരീക്ഷണങ്ങളിൽ, നാളെ നീ നേരിടാനുള്ള പ്രതിസന്ധികളിൽ നിന്നെ രക്ഷിക്കാനുള്ളത് റബ്ബ് മാത്രമാണ് കേട്ടോ, അള്ളാഹു മാത്രമാണ്. അവനല്ലാതൊരു അവലംബവും നിനക്കില്ല, അവനല്ലാതൊരു ആശ്രയവും നിനക്കില്ല പൊന്നുമോനെ എന്ന ആദർശമാണ് നാം അവരുടെ കർണപുടത്തിലേക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടാമതായി മുഹമ്മദ് റസൂലുള്ളാഹ്. പൊന്നുമോനെ, ജീവിതത്തിന്റെ കാലടികളിൽ ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമ്പോ അവിടെ അള്ളാന്റെ റസൂലിന്റെ ഇത്തിബാ നിന്റെ ജീവിതത്തെ ധന്യമാക്കണട്ടോ. ആ പ്രവാചകന്റെ ചര്യയല്ലാതെ മറ്റൊന്നും നീ അവലംബിച്ചു പോകരുത്. ആ പ്രവാചകന്റെ കാലടികളല്ലാതെ നിന്റെ ജീവിതത്തിൽ മറ്റൊന്നും നിറഞ്ഞു നിൽക്കരുത് എന്ന ആശയമാണ്, എന്ന ആദർശമാണ് നാം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. അർത്ഥം പറഞ്ഞ് പാടിക്കൊടുക്കണമെന്നില്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് തൗഹീദ് ഉറച്ചിട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചിട്ട്, ഇത്തിബാഉ സുന്ന ഉറച്ചിട്ടാണ് നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഇത് പുറത്തേക്ക് വരുന്നതെങ്കിൽ, കുട്ടികളുടെ ചെവിയിലേക്ക് ഇത് പതിക്കുന്നതിന്റെ മുന്നേ അർശിന്റെ ഉടമസ്ഥനായ റബ്ബ് അവരുടെ ഹൃദയത്തിലേക്ക് അത് പതിപ്പിക്കുക തന്നെ ചെയ്യും. അവരുടെ ഹൃദയത്തിലേക്ക് അത് ആഴ്ത്തിയിറക്കുക തന്നെ ചെയ്യും. പൂർണ്ണ മുവഹിദുകളായി, പൂർണ്ണ ഇത്തിബാഉ സുന്നയുടെ ആളുകളായി നമ്മുടെ മക്കൾ വളരുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ആ ഒരു ആദർശവും ആശയവും നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, എല്ലാ ജീർണതകളിൽ നിന്നും എല്ലാ വൃത്തികേടുകളിൽ നിന്നുമുള്ള ഒരേ ഒരു മോചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവും ആശയവും മാത്രമാണ്. മയക്കുമരുന്നിനാലും അതുപോലെയുള്ള പലതരത്തിലുള്ള വൃത്തികേടുകളുമാലും ലോകം ഇങ്ങനെ മുഖരിതമായി കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ നമ്മുടെ മക്കളെ രക്ഷിക്കും എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് രക്ഷിതാക്കൾ. പ്രിയപ്പെട്ടവരെ, ഒന്നും ചെയ്യാനില്ല. അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക, റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ ലോകത്തെ ജീവിതം കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല. വരാനിരിക്കുന്ന വലിയ ജീവിതമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതമെന്ന ബോധം അവരുടെ ഹൃദയത്തിലേക്ക് ആവർത്തിച്ച് സന്നിവേശിപ്പിച്ചു കൊണ്ടേയിരിക്കുക. അതോടൊപ്പം നമുക്ക് ആ ബോധമുണ്ടാവുക. ഈ ലോകം നശ്വരമാണ്, ദുനിയാവ് നശ്വരമാണ്. ഒന്നിൽ കൂടുതൽ തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ കുറിച്ച് സംസാരിച്ചത് എന്താണ്? വമൽ ഹയാതു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വഞ്ചനയുടെ വിഭവമാണ് കേട്ടോ ദുനിയാവ്. ആലോചിച്ച് നോക്കൂ, നമ്മുടെ ശരീരം തന്നെ ഒന്ന് നോക്കിയാൽ മതി. ഇരുമ്പ് കൊണ്ടും ഉരുക്ക് കൊണ്ടൊന്നല്ല നമ്മുടെ ശരീരം ഉണ്ടാക്കിയത്. ഒരു തേങ്ങ വീണാൽ തകർന്നു പോകുന്ന തലയോടാണ് നമുക്കുള്ളത്. ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു തേങ്ങ വീണാൽ മതി, നമ്മുടെ മരണത്തിന് അത് കാരണമാവാം. നമ്മുടെ ശരീരഭാരത്തിന്റെ 1/10 പോലും ഇല്ലാത്ത ഒരു പാമ്പിന്റെ കടിയേറ്റാൽ നമ്മൾ ഈ ലോകത്തുനിന്ന് യാത്രയാവാം.
ഗ്രാമുകൾ മാത്രം തൂക്കം വരുന്ന, ഓരോ സെക്കൻഡിലും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അതിദുർബലമായ ഒരു അവയവം അതിൻ്റെ പണിയൊന്ന് മുടക്കിയാൽ മയോകാർഡിയോ ഇൻഫ്രാക്ഷൻ എന്ന് ഡോക്ടർമാർ പേര് വിളിക്കും. നമ്മൾ മയ്യത്താവും. ശരീരത്തിൽ ചുറ്റുപിണഞ്ഞു കിടക്കുന്ന നൂറുകണക്കിന് ഞരമ്പുകളിൽ ഏതെങ്കിലും ഒന്ന് പണി മുടക്കിയാൽ, ഏതെങ്കിലും ഒന്ന് പൊട്ടിപ്പോയാൽ, തലച്ചോറിലേക്ക് ഉള്ള രക്തപ്രവാഹത്തിലെ ഞരമ്പുകൾ ഏതെങ്കിലും ഒന്ന് പൊട്ടിപ്പോവുകയോ ബ്ലോക്കാവുകയോ ചെയ്താൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ മരണത്തിൻ്റെ വിധി ഡോക്ടർമാർ എഴുതും. ഒരു ഗ്യാരണ്ടിയില്ല പ്രിയപ്പെട്ടവരെ. ഏത് നിമിഷവും അവസാനിക്കാൻ പോകുന്ന, ഏത് നിമിഷവും ഇല്ലാതാകാൻ പോകുന്ന ഒരു ജീവിതമാണിത്. ഒരു സ്കാനിങ്ങിലോ ഒരു ടെസ്റ്റിലോ നഷ്ടപ്പെടാവുന്ന സമാധാനം മാത്രമേ ഈ ദുനിയാവിൽ നമുക്കുണ്ടാവൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ റമദാനിൽ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ കുടുംബക്കാരെ കുത്ത് സന്തോഷിച്ചതാണ്. എന്തോ ഒരു ദഹനക്കേടുണ്ടായി. ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ ദഹനത്തിനുള്ള മരുന്നൊക്കെ കൊടുത്തു, വയറ് ക്ലിയർ ആവാനുള്ള മരുന്നൊക്കെ കൊടുത്തു. 2 ദിവസം കഴിഞ്ഞിട്ടും ദഹനത്തിൻ്റെ പ്രശ്നം മാറുന്നില്ല. ഡോക്ടർ പറഞ്ഞു എന്തായാലും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ 16 or 26 സ്ഥലങ്ങളിൽ എന്താണ്, ക്യാൻസറാണ്. ക്യാൻസറിൻ്റെ മുഴകൾ വന്നിട്ടുണ്ട്. 4th സ്റ്റേജാണ്. ഇനിയൊരു തിരിച്ചുവരവുണ്ടാവില്ല എന്ന് ഡോക്ടർക്ക് ഉറപ്പാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. റമദാനിൽ മുഴുവൻ ആ മനുഷ്യനൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ആരോഗ്യത്തിൻ്റെ കത്രനായ, ചെറിയ പ്രായം വലിയ പ്രായമൊന്നുമില്ല, അമിതമായ വയസ്സൊന്നുമില്ല, നല്ല കച്ചവടക്കാരൻ, സുന്നത്ത് നോമ്പെടുക്കുന്ന, നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യുന്ന, 5 വക്ത് കൃത്യമായി പള്ളിയിലുണ്ടാകുന്ന ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടലുകൾ മുഴുവനും തെറ്റാണ്. എല്ലാം പിന്നീട് മാസങ്ങൾ മാത്രമാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് നമുക്കറിയില്ല. എന്തൊക്കെ രോഗങ്ങൾ നമ്മെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. നാളെ എന്താണ്? ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണല്ലോ. അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഏതവസ്ഥയിലാണ് അറിയില്ല നമുക്ക് പ്രിയപ്പെട്ടവരെ. ഞാൻ രോഗിയായി, എൻ്റെ സമാധാനം മുഴുവനും നഷ്ടപ്പെട്ട് മരണത്തെ കാത്തുകിടക്കുന്ന ഒരു മാരാരോഗിയായി അടുത്ത ആഴ്ചയിലേക്ക് ഞാൻ മാറുമോ അറിയില്ല. നമുക്ക് പഠിച്ചോ പറഞ്ഞു തന്നിട്ടില്ല. നാളെ എന്താണ് സംഭവിക്കാൻ പോകുക എന്ന് ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിട്ടില്ല. നമ്മുടെ ആവശ്യപ്രകാരമല്ല നമ്മുടെ ഹൃദയം പ്രവർത്തിക്കുന്നത്, ആമാശയം പ്രവർത്തിക്കുന്നത്, കിഡ്നി പ്രവർത്തിക്കുന്നത്, തലച്ചോറ് പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അതിനൊക്കെ എപ്പോൾ കേടുവരണം, അതെപ്പോൾ പ്രവർത്തിക്കണം, എപ്പോൾ പ്രവർത്തനരഹിതമാകണം എന്നെല്ലാം തീരുമാനിക്കുന്നത് റബ്ബാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ റബ്ബാണ് നമ്മളോട് പറഞ്ഞത് ഈ ലോകത്തെ ജീവിതം വഞ്ചനയാണ് കേട്ടോ. ചതിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്, കണ്ണ് മഞ്ഞളിച്ചു പോകരുത്, മതിമറന്നു പോകരുത്. വരാനിരിക്കുന്ന അനന്തമായ, അനശ്വരമായ, ശാശ്വതമായ ജീവിതത്തെ, ഈ ലോകത്തെ ഐഹിക ജീവിതം നിന്നെ മറപ്പിച്ചു കളയരുത്, മതിമറന്നു പോകരുത്. എത്ര തവണയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവർത്തിച്ചുണർത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ. എവിടെയാണ് യഥാർത്ഥ ബഹുമാനം പ്രിയപ്പെട്ടവരെ? ഏതെങ്കിലും ഒരു പള്ളിയുടെ, ഏതെങ്കിലും ഒരു സംഘടനയുടെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തെത്തുമ്പോഴാണോ യഥാർത്ഥത്തിൽ നാം ബഹുമാനിക്കപ്പെടുന്നത്, യഥാർത്ഥത്തിൽ നാം ആദരിക്കപ്പെടുന്നത്? അതല്ല. ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്ത് വലിയ സ്ഥാനമാനങ്ങൾ കീഴടക്കി ആളുകളുടെ മുന്നിൽ വലിയ പേരെടുത്ത് പ്രശസ്തിയും പണവും നേടിയെടുക്കുമ്പോഴാണോ യഥാർത്ഥത്തിലുള്ള ഇക്രാം, യഥാർത്ഥത്തിലുള്ള ബഹുമാനം നമുക്ക് കിട്ടുന്നത്? അല്ല. നമുക്കൊരു യാത്രയുണ്ട്. പാതയങ്ങളൊന്നും എടുക്കാത്തൊരു യാത്ര, യാത്രാ സാമഗ്രികളൊന്നും എടുക്കാത്തൊരു യാത്ര. നാം ഒരു 2-3 ദിവസത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ നാം എന്തെല്ലാം കരുതും? നമുക്കിഷ്ടമുള്ള സോപ്പ് അതിലുണ്ടാവും, വസ്ത്രങ്ങൾ അതിലുണ്ടാവും, കുളിക്കാനുള്ള തോർത്തുമുണ്ട് അതിലുണ്ടാവും, നമ്മുടെ മെഡിസിൻസ് അതിലുണ്ടാവും, നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ പാകം ചെയ്ത് തൽക്കാലം കഴിക്കാൻ നമ്മൾ കയ്യിലെടുക്കും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ എടുക്കാത്ത, ഭക്ഷണം എടുക്കാത്ത, ചെരുപ്പുകൾ എടുക്കാത്ത, മെഡിസിൻസ് എടുക്കാത്ത, കിടക്കയെടുക്കാത്ത, തലയിണയില്ലാത്ത, പായ വിരിക്കാനില്ലാത്ത, പാതയങ്ങളില്ലാത്തൊരു യാത്ര നാം നടത്തേണ്ടതുണ്ട്. അന്ന് നമുക്ക് പാതയങ്ങൾ കൊണ്ടുവരേണ്ടത് ഉപരിലോകത്ത് നിന്നാണ്. അഭൗതികമായ, അമാനുഷികമായ ഒരു ലോകത്ത് നിന്നാണ് നമുക്ക് വേണ്ടിയുള്ള പാതയങ്ങൾ കൊണ്ടുവരപ്പെടേണ്ടത്. അന്ന് എപ്രകാരമാണോ നാം കണ്ണടക്കുന്നത് അതിനനുസരിച്ചിരിക്കും നാം ബഹുമാനിക്കപ്പെട്ടവരാണോ അതല്ല നിന്ദിക്കപ്പെട്ടവളാണോ എന്ന തിരിച്ചറിവ് അപ്പോഴാണ് തീരുമാനിക്കപ്പെടുക, അപ്പോഴാണ് നമുക്കുണ്ടാവുക. പ്രിയപ്പെട്ടവരെ, ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരണത്തിന്റെ സമയത്ത് കിട്ടുന്ന ബഹുമാനം ഉണ്ടല്ലോ, അത് ചെറിയ സംഗതിയൊന്നുമല്ല, അത് നിസ്സാരമായൊരു വിഷയമല്ല.
മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് കിട്ടിയതുപോലെയുള്ള ബഹുമാനം, അദ്ദേഹത്തിന് കിട്ടിയതുപോലെയുള്ള ആദരവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും സഅദിന്റെ മയ്യിത്ത് ചുമന്നുകൊണ്ട് മദീനയിലെ ബഖീഉൽ ഗർഖദിലേക്ക് അങ്ങനെ നടക്കുകയാണ്. സഹാബത്ത്, നൂറുകണക്കിന് സഹാബത്തുണ്ട്. സഅദ് എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ഇഷ്ടതോയനാണ്, ഇഷ്ടപ്പെട്ട കൂട്ടാളിയാണ്. സഅദിന്റെ മരണം എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സഹാബത്ത് റസൂലിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, നബിയെ എന്തു പറ്റി? സഅദിന്റെ മയ്യത്തിന് തീരെ ഭാരമില്ലല്ലോ, സഅദിന്റെ മയ്യത്തിന് ഭാരമില്ലല്ലോ നബിയെ, ഞങ്ങൾക്ക് ഭാരം തോന്നുന്നില്ലല്ലോ, അദ്ദേഹം ഈ മയ്യത്ത് കട്ടിലുണ്ട് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ എന്ന് സഹാബത്ത് ഇങ്ങനെ പറയാൻ മൗനിയായി പ്രവാചകൻ നടന്നു. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ഖബറടക്കി മൂടുകല്ല് വെച്ച് മണ്ണിട്ട് മൂടിയതിനു ശേഷം തൻ്റെ ചുറ്റിലുമിരിക്കുന്ന സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണ്. തൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായ പ്രിയപ്പെട്ട അനുയായി ഇവിടെ പറഞ്ഞു പോയതുള്ള ദുഃഖം ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് തൻ്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കേണ്ട വലിയ ഒരു ഗുണപാഠവും. അള്ളാന്റെ റസൂല് പറയാണ്, നിങ്ങൾക്കറിയോ സഅദ് മരിച്ചപ്പോൾ 3 സംഗതികൾ നടന്നിട്ടുണ്ട്. മറ്റാര് മരിച്ചാലും അത് സംഭവിക്കൂല. 3 സംഗതികൾ സഅദിന്റെ മരണം കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ റൂഹിനെ, ആത്മാവിനെ റഹ്മത്തിന്റെ മലക്കുകൾ സ്വീകരിക്കേണ്ട താമസം ആകാശത്തിന്റെ വാതിലുകൾ മുഴുവൻ മലർക്കെ തുറക്കപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ പറയാം, ബഹുമാനമാണ്. ആകാശത്തിന്റെ വാതിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യന് മാത്രമുണ്ട് ഭൂമിയേക്കാൾ 15 ലക്ഷം ഇരട്ടി വലുപ്പം. ആ സൂര്യൻ എന്ന് പറഞ്ഞാൽ ആകാശത്തുള്ള കോടാനുകോടി നക്ഷത്രങ്ങൾക്ക് ചെറിയ നക്ഷത്രമാണ്. അപ്പൊ ആകാശം എത്രമാത്രം വലുതായിരിക്കും? ആ ആകാശത്തിന്റെ വിശാലമായ വാതിലുകൾ മുഴുവൻ അഹ്ലൻ വസഹ്ലൻ എന്ന രീതിയിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി തുറക്കപ്പെട്ടു. രണ്ടാമത്തേത്, ആ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ചുമക്കുന്നതിന് വേണ്ടി 70,000 പ്രത്യേക മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നു. 70,000 മലക്ക്, 1ഉം 2ഉം 10ഉം 100ഉമല്ല. ഒരു മനുഷ്യന്റെ മയ്യത്ത് ചുമക്കുന്നതിന് വേണ്ടി 70,000 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആ മലക്കുകൾ മത്സരിക്കുകയായിരുന്നു സഅദിന്റെ മയ്യത്ത് ചുമക്കാൻ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഭാരമുണ്ടാകും? സഅദിനെ നിങ്ങൾ ചുമന്നിട്ടില്ല. സഅദിന്റെ മയ്യത്ത് മനുഷ്യരെ ചുമന്നിട്ടില്ല. സഅദിന്റെ മയ്യത്ത് ബഖീഉൽ ഗർഖദ് വരെ ചുമന്നത് അല്ലാഹുവിന്റെ മുഖറബുകളായ അബറാറുകളായ മലക്കുകളാണ്. അതാണ് രണ്ടാമതായി സംഭവിച്ചത്. മൂന്നാമതായി, പരമകാരുണികനായ റബ്ബിന്റെ അർശ് വിറച്ചു, അർശ് വിറകൊണ്ടു. ഒരു മനുഷ്യന്റെ മരണം കാരണം, ഒരടിമയുടെ മരണം കാരണം പരമകാരുണികനായ റബ്ബിന്റെ അർശ് വിറച്ചു എങ്കിൽ നൽകപ്പെടുന്ന ബഹുമാനത്തിന്റെ ആദരവിന്റെ അളവെത്രയായിരിക്കും പ്രിയപ്പെട്ടവരെ? അതാണൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. പക്ഷേ റസൂൽ പറഞ്ഞ വേറൊരു സംഗതി കൂടിയുണ്ട്. ആരെങ്കിലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ, ഖബറിൽ വെച്ച് മൂടുകല്ല് വെച്ച് മണ്ണ് മൂടിക്കഴിഞ്ഞാൽ വാരിയെല്ലുകൾ കോർത്തിണങ്ങുമാറ് സകല മനുഷ്യരെയും ഖബറിന്നെടുക്കും. ആ ഇടുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് രക്ഷപ്പെടുമായിരുന്നു, സഅദ് രക്ഷപ്പെടുമായിരുന്നു, സഅദ് രക്ഷപ്പെടുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ സമയത്തുള്ള ആ ബഹുമാനവും ആദരവും നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് നാം നിലപാടുകൾ നേരിൻ്റെതാക്കേണ്ടത്, നിലപാടുകൾ നേരെയാക്കേണ്ടത്. ആ അനശ്വര ലോകത്ത് വിജയിക്കുന്നതിന് വേണ്ടിയാണ് നേരിന്റെ നിലപാടിലേക്ക് നാം കൂടുമാറേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിലപാടുകളിലെല്ലാം നേര് സ്വീകരിക്കുന്ന, നേരിന്റെ തനിമയുണ്ടാകുന്ന, സത്യത്തിന്റെ വെളിച്ചമുണ്ടാകുന്ന ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ ദുനിയാവിൻ്റെ പളപളപ്പിലും സൗന്ദര്യത്തിലും മയങ്ങിപ്പോകാതെ പരലോക വിജയത്തിന് വേണ്ടി, സ്വർഗപ്രവേശനത്തിന് വേണ്ടി, നരകമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.